ഹലോ സ്റ്റുഡൻസ്, വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി എന്നുള്ള സോഷ്യലിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമ്പീരിയലിസം എന്ന ടോപ്പിക്കാണ് നോക്കിയത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറാണ് നോക്കുന്നത്. ഇമ്പീരിയലിസ്റ്റിക് നേഷൻസിനെ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് മൊത്തം എൻ്റയർ വേൾഡിനെ ഒരു വാറിലേക്ക് നയിച്ചു. എന്തൊക്കെയാണ് ഇതിന് അവരെ വഴിതെളിയിച്ച ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 2 പോയിന്റ് പറയാം. കോൺഫ്ലിക്റ്റ് എമംഗ് ദ ഇമ്പീരിയലിസ്റ്റ് നേഷൻ ഫോർ കോളനീസ്, പിന്നെ മ്യൂച്വൽ ഡിസ്ട്രസ്റ്റ് ആൻഡ് എനിമിറ്റി എമംഗ് ദം. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കോളനിക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ അവർക്ക് ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ അവരൊരു മിലിറ്ററി അലയൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വഴിതെളിയിച്ചു. ഇങ്ങനെ രൂപീകരിച്ച മിലിറ്ററി അലയൻസാണ് ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റിയും. ട്രിപ്പിൾ അലയൻസിൽ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്ന രാഷ്ട്രങ്ങളും ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ ആയിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഇങ്ങനെ ഉണ്ടായ അലയൻസ് യൂറോപ്പിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഒരു വാർ ക്രിയേറ്റ് ചെയ്തു. അവർ ലീതൽ വെപ്പൺസ്, അതായത് മാരകായുധങ്ങൾ ബൈ ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ഈ ഒരു ഇമ്പീരിയലിസ്റ്റിക് കോമ്പറ്റീഷനിൽ സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ നേഷൻസ് വേരിയസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എടുക്കാൻ തുടങ്ങി. അതിലൊന്നായിരുന്നു അഗ്രസീവ് നാഷണലിസം. മറ്റു രാജ്യങ്ങളും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിലുള്ള മാർഗമെന്ന നിലയിലാണ് അവർ ഈ ഒരു അഗ്രസീവ് നാഷണലിസം യൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു അഗ്രസീവ് നാഷണലിസത്തിൽ അവർ കൺസിഡർ ചെയ്ത ഒരു കാര്യമാണ് അവരുടെ നാഷനാണ് സുപ്രീം, അതായത് എല്ലാത്തിൻ്റെയും മേലെ എന്നും അതുപോലെ അവരുടെ നാഷന് എന്ത് ആക്ഷൻ എടുക്കുന്നോ അതൊക്കെ അവർ ജസ്റ്റിഫൈ ചെയ്തു. ഈ ഒരു അഗ്രസീവ് നാഷണലിസത്തിൽ ഉണ്ടായ കുറച്ച് മൂവ്മെൻറ്റ്സ് ആണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവെഞ്ച് മൂവ്മെൻറ്റ്. ആദ്യം നമുക്ക് പാൻ സ്ലാവ് മൂവ്മെൻറ്റ് എന്നാൽ നോക്കാം. റഷ്യക്ക് ഈസ്റ്റേൺ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് എന്ന സ്ഥലങ്ങളിലെ സ്ലാവിക് പീപ്പിൾ, അതായത് അതൊരു വംശമാണ്, ആ ഒരു പീപ്പിൾസിനെ റഷ്യൻ്റെ ലീഡർഷിപ്പിൽ യുണൈറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ റഷ്യൻ്റെ ഹെൽപ്പോട് കൂടി ഫോം ചെയ്ത ഒരു മൂവ്മെൻറ്റാണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്. അടുത്തതാണ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. സെൻട്രൽ യൂറോപ്പിലും ബാൽക്കൺ പ്രൊവിൻസസിലും ജർമ്മനീൻ്റെ ഒരു ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനി പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് ടൂട്ടോണിക് പീപ്പിൾസിനെ യുണൈറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് ജർമ്മനീൻ്റെ ലീഡർഷിപ്പിലാണ് നടന്നത്. നെക്സ്റ്റ് ആണ് റിവെഞ്ച് മൂവ്മെൻറ്റ്. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ കൺട്രോളിൽ നിന്നും ആൽസൈസ് ലൊറൈൻ എന്നുള്ള ടെറിട്ടറീസ് കൈവശപ്പെടുത്തി. ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ടെറിട്ടറീസിനെ അവരുടെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസ് നടത്തിയ ഒരു മൂവ്മെൻറ്റാണ് റിവെഞ്ച് മൂവ്മെൻറ്റ്. ഇനി നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിന് നെക്സ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇമ്പീരിയലിസ്റ്റിക് കോമ്പറ്റീഷന് യൂറോപ്യൻ കൺട്രീസിനെ സെവറൽ ക്രൈസിസിലേക്ക് നയിച്ചു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മൊറോക്കൻ ക്രൈസിസും ബാൽക്കൺ ക്രൈസിസും. അത് നമുക്ക് മൊറോക്കൻ ക്രൈസിസ് എന്നാൽ നോക്കാം. ബ്രിട്ടനും ഫ്രാൻസും 1904 ഒരു സീക്രട്ട് ട്രീറ്റി സൈൻ ചെയ്തു. ഇത് പ്രകാരം ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. പക്ഷേ ഈ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇതിനെ എതിർത്തു. അവർ മൊറോക്കോൺ പോർട്ടായ അഗഡിറിലേക്ക് ഒരു ബാറ്റിൽ ഷിപ്പ് അയച്ചു. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാൻസ് കോങ്കോൻ്റെ ചില പാർട്ട് ജർമ്മനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ജർമ്മനി മൊറോക്കോനെ ഫ്രാൻസിലേക്ക് റിട്ടേൺ ചെയ്യാൻ എഗ്രി ചെയ്തു. ടെമ്പററിലി അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്തെങ്കിലും പിന്നീട് ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം തുടർന്നു. നെക്സ്റ്റ് ആണ് ബാൽക്കൺ ക്രൈസിസ്. ബാൽക്കൺ റീജിയൻ യൂറോപ്പിലാണ് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്, ക്ലോസ് ടു ദ ഏജിയൻ സീ ആൻഡ് ബ്ലാക്ക് സീ. ഒട്ടോമൻ എംപയറിൻ്റെ ഒരു പാർട്ടായിരുന്നു ഇത്. 1912 ബാൽക്കൺ ലീഗ് തുർക്കിനെ ഡിഫീറ്റ് ചെയ്തു. ബാൽക്കൺ ലീഗിൻ്റെ രാജ്യങ്ങളാണ് ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിനിഗ്രോ. എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ഈ ബാൽക്കൺ ലീഗ് നേഷൻസിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അത് ഭയങ്കരമായ യുദ്ധത്തിന് കാരണമായി. പിന്നീട് ബാൽക്കൺ റീജിയണിൽ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിയുടെ സപ്പോർട്ടോടുകൂടി ഓസ്ട്രിയയും അതുപോലെ റഷ്യൻ്റെ സപ്പോർട്ടോടുകൂടി സെർബിയയും ശ്രമിച്ചു. ഈ ഒരു സമയത്താണ് ജൂലൈ 1914 ഓസ്ട്രിയൻ കിരീടാവകാശിയായ
ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയൻ ക്യാപിറ്റലായിട്ടുള്ള സാരവോയിൽ വെച്ച് സെർബിയൻ യുവാവായ ഗവരിലോ പ്രിൻസിപ്പ് ഷൂട്ട് ചെയ്ത് മർഡർ ചെയ്യുന്നത്. സെർബിയാണ് ഇതിന് റെസ്പോൺസിബിൾ എന്ന് ഓസ്ട്രിയ പ്രഖ്യാപിച്ചു. അവർ 28 ജൂലൈ 1914 സെർബിയക്കെതിരെ വാർ ഡിക്ലെയർ ചെയ്തു. ഈ അലൈഡ് നാഷൻസൊക്കെ അവരുടെ പക്കലുള്ള അലയൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. ഓൾമോസ്റ്റ് വേൾഡിലുള്ള എല്ലാ നാഷൻസും ഡയറക്റ്റ്ലിയോ അല്ലെ ഇൻഡയറക്റ്റ്ലിയോ ഈ ഒരു വാറിൽ ഇൻവോൾവ് ആയി. അങ്ങനെയാണ് ഇതിനെ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. നെക്സ്റ്റ് പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.